ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പവും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റൂവുമാണ്. ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ അതുപോലെ ഇതിൽ കപ്പി കാച്ചി എടുക്കുകയൊന്നും ചെയ്യാതെ തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 240 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ അളവ് കപ്പില്ലെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. ഗ്ലാസ്സിൽ അളന്നെടുക്കുമ്പോൾ അപ്പോൾ ആ ഗ്ലാസ്സിനനുസരിച്ച് മറ്റ് ചേരുവകളും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി കുറച്ചേറെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അടച്ച് വെക്കണം. ഒരു 3 മണിക്കൂറൊക്കെ ആവുമ്പോൾ തന്നെ ഈ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു 3 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഈ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൽ നിന്നും പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. പിന്നെ അതേ അളവിൽ 1 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 1 കപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. പകരം 10 മണിക്കൂർ മുമ്പ് 2 തേങ്ങയുടെ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങാ വെള്ളത്തിൽ നിന്നും ഈ അരിയും തേങ്ങയും ചോറും അരച്ചെടുക്കാനുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. ഇതൊഴിച്ച് വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കണം കേട്ടോ, കാരണം ഇത് പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബാക്കിയുള്ള അരിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങാവെള്ളവും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അതും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്ത് ഈ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് ഒരു തവി കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതൊരു 10 മിനിറ്റ് നേരം തവി കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ നേരം ഈ മാവൊന്ന് പൊങ്ങാനായിട്ട് അടച്ച് വെക്കണം. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഇതൊരു 8 മണിക്കൂറാകുമ്പോഴൊക്കെ പൊങ്ങിക്കിട്ടുക. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ സമയം വേണ്ടി വരും ഇത് പൊങ്ങിക്കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിത് പൊങ്ങിക്കിട്ടാനായിട്ട് ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ട പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് പോവാറായിട്ടുണ്ട്. ഇതുപോലെ മാവ് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മാവ് ഒഴിച്ച് വെക്കുമ്പോൾ വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ട ഈസ്റ്റും സോഡാപ്പൊടിയും ഇനോയും ഒന്നും ചേർക്കാതെ തന്നെ ഈ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദാ ഞാനിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ മാവ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചട്ടിക്ക് ഒരു മീഡിയം ചൂടുണ്ടായിരിക്കണം. ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കുക. എന്നിട്ട് അപ്പച്ചട്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുറച്ച് നേരം വെക്കുക. പിന്നെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. വീണ്ടും ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കുക. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഹോൾസ് വന്നതിന് ശേഷം അടച്ച് വെച്ച് നേരത്തെ വേവിച്ചെടുത്തതുപോലെ തന്നെ വേവിച്ചെടുക്കുക.
അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എല്ലാം തന്നെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 സവാള നേരിയതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള കളർ മാറിയിട്ട് ബ്രൗൺ കളറൊന്നും ആവരുത് കേട്ടോ. ഇതൊട്ടും കളർ മാറാൻ പാടില്ല. ഇത് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 3 ചെറിയ പീസ് പട്ട, പിന്നെ ഒരു തക്കോലത്തിൻ്റെ പകുതി ഭാഗം, പിന്നെ ഒരു ബേ ലീഫ്, ഒരു 5-6 ഗ്രാമ്പു, ഒരു 5 ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഒന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാള ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഇതിലും കൂടുതൽ സമയം വഴറ്റണ്ട. സവാള ബ്രൗൺ കളറായാൽ നമ്മുടെ സ്റ്റ്യൂവിൻ്റെ കളർ തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഇത്രയും വഴറ്റിയെടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കിലോ ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ പിങ്ക് കളർ മാറിയിട്ട് വൈറ്റ് കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ട ഈ ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറിയിട്ട് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പൊട്ടാറ്റോ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതും 1 ക്യാരറ്റ് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 6 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷവും ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനൊരു വലിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. 1 ഗ്ലാസ് 1-ാം പാലും 2 ഗ്ലാസ് 2-ാം പാലുമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ചിക്കനും വെജിറ്റബിൾസും വേവിച്ചെടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. നമ്മൾ ഈ ചിക്കനൊന്ന് വഴറ്റിയെടുത്തത് കാരണം 1 വിസിലൊക്കെ വരുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കുക്കറിൻ്റെ വിസിലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെ തോന്നും. അത് കുഴപ്പമില്ല കേട്ടോ. അത് നമ്മൾ ലാസ്റ്റ് 1-ാം പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പൊട്ടാറ്റോ അധികം വെന്തുടയാതെ നോക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ തക്കാളി നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതല്ല കേട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ടെന്ന് കരുതിയിട്ടാണ് നേരത്തെ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു 5-6 കാഷ്യൂ നട്ട്സ് കുതിർന്ന് കിട്ടാനായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാഷ്യൂ നട്ട്സ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാലില്ലേ, അതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത കാഷ്യൂ നട്ട്സ് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാഷ്യൂ നട്ട്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ ഈ സ്റ്റ്യൂ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഒന്നാം പാൽ ചേർത്തിട്ട് ഇത് ഒരുപാട് അങ്ങോട്ട് വെട്ടിത്തിളക്കാനൊന്നും പാടില്ല. ഇതുപോലെ തിളക്കാൻ അനുവദിക്കാതെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5-6 കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിത് സെർവ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ പിന്നെ ഇതിലേക്ക് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചിട്ടെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ചൂടോട് കൂടി തന്നെ നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഇളക്കൊന്നും ചെയ്യാതെ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. 5 മിനിറ്റിന് ശേഷം ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഈ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് പാലപ്പം, നൂലപ്പം, പത്തിരി, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്